അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ പ്രയാണപഥത്തിലെ ഏറ്റവും സുവർണ നിമിഷത്തിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. അഥവാ 1926 തുടങ്ങിയ ഈ പ്രയാണം ഒരു നൂറ്റാണ്ടിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. ഓരോ സമസ്തയുടെ പ്രവർത്തകരും ഹർഷാരവത്തോടുകൂടെ ആ മേളനത്തെ കാത്തിരിക്കുകയാണ്. കുണിയയിൽ നടക്കാനിരിക്കുന്ന സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിനായി ഈ ഒരു നൂറ്റാണ്ട് കാലത്തിനിടയിൽ സമസ്ത മുന്നോട്ട് വെച്ചതൊന്നും പരാജയപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല, കേരളീയ മുസ്ലിം സമൂഹം ഹൃദയം തുറന്ന് സമസ്തയെ സ്വീകരിച്ചിട്ടുണ്ട്. 100ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി അതിവിശാലമായ ബൃഹത്തായ പദ്ധതികൾ സമസ്ത ആവിഷ്കരിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായ, സാമൂഹികപരമായ, ആത്മീയപരമായ നിരവധി കർമ്മ പദ്ധതികൾ സമസ്ത ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ കർമ്മ പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായ ഒരു ഫണ്ട് സ്വരൂപണത്തിന് വേണ്ടി തഹിയ എന്ന പേരിൽ ഒരു കളക്ഷൻ നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ആപ്ലിക്കേഷനുകളൊക്കെ തഹിയ എന്ന പേരിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി കൃത്യമായി അതിലേക്ക് ഫണ്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, എല്ലാ അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് 28 കോടി ഏകദേശം ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിലേക്ക് വന്നതുണ്ട്. വാഗ്ദാനം ചെയ്തതും ഇനി കിട്ടാനിരിക്കുന്നതൊക്കെ മറ്റു പലതുമുണ്ട്. പക്ഷേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് വെച്ച ആ ഒരു പദ്ധതിയെ മുസ്ലിം ഉമ്മത്ത് ഹൃദയം തുറന്ന് സ്വീകരിച്ചതിന്റെ നഗ്ന ചിത്രമാണത്. തഹിയ ഒന്ന് പരാജയപ്പെട്ട് കിട്ടണേ എന്ന് ആഗ്രഹിച്ചു നോമ്പ് നോറ്റ് നടന്നവരുടെ തലയിൽ ഇടിത്തി വീണതുപോലെയായി. സത്യത്തിൽ ഇതിനെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി എല്ലാ കുൽസിത കുതന്ത്ര പ്രവർത്തനങ്ങളും നടത്തിയവർ ഇളിമ്പ്യരാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ വരാനുള്ള കാരണം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ തഹിയ ഫണ്ടിനെ പരിഹസിച്ചുകൊണ്ട് ഒരു വിദ്വാൻ ഒരു വീഡിയോ ചെയ്യുന്നത് കണ്ടു. അയാളെ എല്ലാവർക്കും അറിയാം, അയാൾ കുപ്രസിദ്ധനാണ്. കാരണം പണം ആര് നൽകുന്നുവോ അവർക്കൊക്കെ വേണ്ടി നിലപാട് പറയുന്നവരാണ്. ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നതാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള നിലപാട്. അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ, അദ്ദേഹം സമസ്തയുടെ ഈ തഹിയ ഫണ്ടിനെയും സമസ്തയുടെ മുന്നേറ്റത്തെയും വളരെ മോശമായിട്ട് അദ്ദേഹം ചിത്രീകരിക്കുകയാണ്. സമസ്ത ഇവിടെ നടത്തിയ വിദ്യാഭ്യാസപരമായ, വൈജ്ഞാനികപരമായ മുന്നേറ്റങ്ങളെ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. തീർത്തും ബാലിശമായ ഒരു ആരോപണം, ബാലിശമായ വിമർശനം. ആർക്കും വിമർശിക്കാം. ആരോഗ്യകരമായ വിമർശനങ്ങളെ നമ്മളെന്നും സ്വീകരിച്ചിട്ടുണ്ട്, സ്വീകരിക്കുകയും വേണം. പക്ഷേ ആരോഗ്യകരമായ വിമർശനങ്ങൾക്കപ്പുറം ആരെയോ തൃപ്തിപ്പെടുത്താൻ തനിക്കിങ്ങനെ അപ്പക്കഷണങ്ങൾ എറിഞ്ഞു തരുന്ന യജമാനന്മാരുടെ ആട്ടത്തിനൊത്ത് തുള്ളുന്നതാണ് എന്ന് അദ്ദേഹത്തെ അറിയുന്നവർക്കൊക്കെ അറിയാം. ആരെങ്കിലും അവാർഡ് കൊടുത്ത് സ്വീകരിച്ചാൽ മതി, അല്ലെങ്കിൽ ആരെങ്കിലും മറ്റെന്തെങ്കിലുമൊക്കെ പ്രലോഭനങ്ങൾ നൽകിയാൽ അവർക്ക് വേണ്ടി ഇന്നു പറഞ്ഞതിനെ മാറ്റി പറയാൻ നാളെ അയാൾക്ക് മടിയുണ്ടാവില്ല. ഏതായാലും അദ്ദേഹം ഈ വിഷയം പറയാനുള്ള കാരണം, തൃത്താല മേഖലയിലെ SKSSF എറവക്കാട് ഒരു പരിപാടി സംഘടിപ്പിച്ചു. ആ പരിപാടിയിൽ പിന്നെ ത്വയ്യിബ് ഫൈളി ആലൂര്, അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഖത്തീബ് ഹുസൈൻ മിസ്ബാഹി ഉസ്താദ് അവരൊക്കെ പങ്കെടുത്തു. മറ്റു പലരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ തബ്ലീഗ് ജമാഅത്തിനെ എതിർക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന ഒരു വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഈ ഉള്ളവരും സംസാരിച്ചിരുന്നു. ഏതായാലും അതിന്റെ ഒരു നോട്ടീസ് കിട്ടി അദ്ദേഹത്തിന്. ഒരു പോസ്റ്റർ വാട്സപ്പിലൊക്കെ സ്വാഭാവികമായി പ്രചരിക്കപ്പെടുമല്ലോ. അതല്ലെങ്കിൽ സമസ്തയെ വിമർശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കുകയാണ്. കാരണം പണം കൊടുക്കുന്നവർ അതിന് വേണ്ട മരുന്നും അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ട്. ഏതായാലും അദ്ദേഹം ആ പറഞ്ഞ വിഷയങ്ങൾ നമുക്കൊന്ന് കേട്ട് എന്താണ് അദ്ദേഹത്തിന്റെ പ്രശ്നമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ സമസ്ത 100ാം വാർഷിക പ്രചരണം, തൃത്താല മേഖലാതല ഉദ്ഘാടനവും ആദർശ സമ്മേളനവും എന്ന് പറഞ്ഞിട്ട്, ആദർശമാണ് അവിടെ നടക്കുന്ന സമ്മേളനം. ആ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നോട്ടീസാണ് കണ്ടത്. ആ നോട്ടീസിൽ പറയുന്ന ആദർശ സമ്മേളനമാണ് അവിടെ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു നോട്ടീസ് കാണുകയാണ്. ആ നോട്ടീസിൽ തഹിയ ഫണ്ടിനെ കുറിച്ചും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ നൂറ്റാണ്ട് കാലത്ത് ഇവിടെ നിർവഹിച്ച നവോത്ഥാന പ്രവർത്തനങ്ങളെ കുറിച്ച്, സമസ്ത നേതൃത്വം നൽകിയ ആത്മീയമായ ദിശാബോധത്തെക്കുറിച്ച്, മുസ്ലിം ഉമ്മത്തിന്റെ നായകത്വത്തെക്കുറിച്ചൊക്കെ അഭിമാനത്തോടുകൂടെ SKSSFന്റെ പ്രവർത്തകർ അതിൽ കുറിച്ചിടുകയാണ്. അത് കണ്ടിട്ട് ഇയാൾക്ക് വല്ലാത്ത ഒരു അസഹിഷ്ണുത. അദ്ദേഹം ആ അസഹിഷ്ണുത പരിഹാസത്തോടെയാണ് അദ്ദേഹം അതിന് മറുപടി പറയുന്നത്. അഥവാ പരിഹാസം മാത്രമേ ഉള്ളൂ. നമുക്കത് കേൾക്കാം. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ ഉത്തരമായി 100ന്റെ നിറവിലെത്തുകയാണ് സമസ്ത. നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ടുകാലം നമ്മൾ നേരിട്ട് അനുഭവിച്ച നന്മയുടെ തുടർച്ചയും വിപുലീകരണവും എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ നൂറ്റാണ്ട് ഈ ഉമ്മത്തിന് വലിയ നന്മയും
വലിയ ഗുണങ്ങളുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ലക്ഷ്യമാക്കി സമസ്ത തഹിയ ഫണ്ട് ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായ സംഗതികൾ ഇനിയുള്ള കാലത്തും തുടരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു നടന്നുകൊണ്ടിരിക്കുകയാണ്. മതവൈജ്ഞാനിക, സാമൂഹിക, സാംസ്കാരിക വളരെ കൃത്യമാണല്ലോ. അതിൽ പരിഹസിക്കപ്പെടാൻ വല്ലതും ഉണ്ടോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കഴിഞ്ഞ നൂറ്റാണ്ടുകാലം ഇവിടെ നിർവഹിച്ച വിദ്യാഭ്യാസപരമായ നവോത്ഥാന പ്രവർത്തനങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയത ദിശ തെറ്റുമ്പോൾ, മുസ്ലിം ഉമ്മത്തിന്റെ വിശ്വാസത്തെ കട്ടെടുക്കാൻ കുൽസിത ശ്രമങ്ങളുമായിട്ട് കടന്നു വന്ന ചില ആളുകൾ അല്ലെങ്കിൽ ചില പ്രസ്ഥാനങ്ങൾ അവകളെയൊക്കെ കൃത്യമായി പ്രതിരോധിച്ചുകൊണ്ട് സമസ്ത അതിന്റെ പ്രയാണം തുടരുകയാണ്. ആ സമസ്തയുടെ നേതൃത്വം വരാനിരിക്കുന്ന നൂറ്റാണ്ടിൽ കൂടി നിലനിൽക്കണം. അതിനാവശ്യമായ പദ്ധതികൾ സമസ്ത ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹം പറയട്ടെ. ജീവകാരുണ്യ എന്തൊക്കെ മത, വൈജ്ഞാനിക, സാമൂഹിക, സാംസ്കാരിക, ജീവകാരുണ്യ രംഗത്തെ മാതൃകാ മുന്നേറ്റങ്ങളാണ് തഹിയയിലൂടെ ലക്ഷ്യമാക്കുന്നത്. നൽകുന്ന ഓരോ നാണയങ്ങളും ഉമ്മത്തിൻ്റെ നല്ല നാളുകൾക്കുള്ള നിക്ഷേപങ്ങളാണ്, ഉമ്മത്തിൻ്റെ നല്ല ഭാവിക്കുള്ള നിക്ഷേപങ്ങളാണ്. സദുദ്യമങ്ങൾക്ക് സജ്ജമായ സംഘശക്തിയോട് ചേർന്ന് നിൽക്കാനും ചേർത്ത് നിർത്താനുമാകണം. അതുതന്നെയാണ് ജീവിതത്തിൻ്റെ വല്ലാത്തൊരു തൗഫീഖാണ്. സമസ്തയ്ക്ക് ശക്തി പകരാം, ഉമ്മത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് കാവലിരിക്കും. വളരെ കൃത്യമാണല്ലോ ഈ പറഞ്ഞത്. ഇനി ഇദ്ദേഹം പറയുന്നത് കേൾക്ക്. സമസ്ത ഉമ്മത്തിന്റെ കാവലിരിക്കുകയാണ് എന്ന് പറഞ്ഞത് ഇദ്ദേഹത്തിന് തീരെ സഹിച്ചില്ല. അതിന് അദ്ദേഹം പരിഹസിക്കുന്നത് നോക്കൂ നിങ്ങൾ. ഉമ്മത്ത് സ്വപ്നം കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുക, ഇങ്ങനെ മയങ്ങി ചെറിയൊരു മയക്കത്തിൽ കിടക്കുക ഉമ്മത്ത്. അപ്പൊ സമസ്ത അതിന് കാവലിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഉമ്മത്ത് കൂർക്കം വലിക്കുമ്പോൾ സമസ്ത തട്ടി ഉണർത്തും, അല്ലെങ്കിൽ തലങ്ങണി മാറ്റി വെച്ചോളൂ, ഇല്ലെങ്കിൽ തിരിച്ചു കിടത്തും. അങ്ങനെ കാവലിരിക്കുക. നല്ല രസം അത് കേൾക്കാൻ. ഇങ്ങനെ ഒരു നിലവാരവുമില്ലാതെ വഷളൻ ചിരിച്ചുകൊണ്ട് അനാവശ്യമായ പരിഹാസങ്ങൾ, സമസ്ത ഉമ്മത്തിന്റെ സ്വപ്നങ്ങൾക്ക് കാവലിരിക്കുകയാണ് എന്ന് പറഞ്ഞതിൽ എന്താണ് പ്രിയപ്പെട്ട സഹോദര ഇങ്ങനെ പരിഹസിക്കാൻ മാത്രമുള്ളത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിർവഹിച്ച വിദ്യാഭ്യാസപരമായ, വൈജ്ഞാനികപരമായ, ആത്മീയമായ മുന്നേറ്റങ്ങളെ എങ്ങനെയാണ് ഒരു നിഷ്പക്ഷ ചരിത്ര വായനക്കാരന് നിഷേധിക്കാൻ കഴിയുക? ഇനി ഇദ്ദേഹത്തിന്റെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞാനത് ക്ലിപ്പ് ഇട്ട് സമയം ദീർഘിപ്പിക്കുന്നില്ല. എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രശ്നമെന്നറിയോ? സമസ്ത ഈ തഹിയ ഫണ്ടിലൂടെ ഇങ്ങനെ പണപ്പിരിവ് നടത്തിയിട്ട് ചെയ്യുന്നത് തബ്ലീഗ് ജമാഅത്തിനെ എതിർക്കുകയാണ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് അഞ്ജനമെന്നത് ഞാൻ അറിയാം, മഞ്ഞൾ പോലെ വെളുത്തിരിക്കുമെന്ന് പറഞ്ഞതുപോലെ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ഒന്നും ഇയാൾക്ക് അറിയൂല. ഇയാൾ പറയാം തബ്ലീഗ് ജമാഅത്തുകാർ നിങ്ങളെ പോലെ സമ്മേളനം നടത്താറുണ്ടോ, തബ്ലീഗ് ജമാഅത്തുകാർ അങ്ങനെ ഉണ്ടോ ഇങ്ങനെ ഉണ്ടോ, തബ്ലീഗ് ജമാഅത്തുകാർ പൈസ പിരിക്കണുണ്ടോ എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത്. ഈ ഏറ്റവും ചുരുങ്ങിയത് ഈ പുതിയ കാലത്താണല്ലോ അദ്ദേഹം ജീവിക്കുന്നത്. ആ യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കിയാൽ മതി എന്താണ് തബ്ലീഗ് ജമാഅത്ത് എന്ന്. അവർ നിർവഹിക്കുന്നത് എന്താണെന്നും അവരിൽ എത്ര ഗ്രൂപ്പുകൾ ഉണ്ട് എന്നും അവർ നടത്തുന്ന സമ്മേളനങ്ങൾ എന്തായെന്നും അവർ പണപ്പിരിവ് നടത്തുന്നത് എങ്ങനെയാണെന്നൊക്കെ ഈ കാലത്തും ഇയാൾക്ക് അറിയില്ല എന്ന് പറയുന്നത് എത്രമേൽ അബദ്ധമാണ്. അറിയാത്തത് കൊണ്ടായിരിക്കില്ല, മറിച്ച് പണം കൊടുത്ത ആളുകൾ ഇങ്ങനെ പറയാൻ പറഞ്ഞു, അത് പറയാ. അതിനപ്പുറം അയാൾക്ക് റോളൊന്നുമില്ല, അയാൾക്ക് പണം കിട്ടിയാൽ മതി. ഏതായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാം. ഈ തഹിയ ഫണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്തിനാണ് പിരിക്കുന്നത്? എന്താണ് തഹിയ ഫണ്ടിലൂടെ സമസ്ത ലക്ഷ്യമാക്കുന്നത്? വളരെ ഹ്രസ്വമായിട്ട് പറയാം. അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തിനെ എന്തുകൊണ്ട് സമസ്ത എതിർക്കുന്നു എന്നതും വളരെ ചുരുങ്ങിയ രൂപത്തിൽ പറയാം. തഹിയ ഫണ്ട് 15ഓളം പദ്ധതികളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 100ാം വാർഷികത്തിന്റെ സമ്മാനമായി മുസ്ലിം സമൂഹത്തിന് സമർപ്പിക്കുന്നുണ്ട്. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ, ഒന്ന് സമസ്ത സെന്റിനറി എഡ്യൂസിറ്റി, വലിയ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, സമസ്തയുടെ നാഷണൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് വലിയൊരു സ്ഥാപനം, അതിൽ ഒരുപാട് സ്കീമുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള, ഒരുപാട് സ്ട്രീമുകളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ബൃഹത്തായ ഒരു വിദ്യാഭ്യാസ പദ്ധതി. ഇന്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം, തമിഴ്നാട് വിദ്യാഭ്യാസ പദ്ധതി, അഥവാ കേരളീയ മുസ്ലിം ഉമ്മത്തിന് മതപരമായ ബാലപാഠം പഠിപ്പിക്കുന്നതിൽ മദ്രസ പ്രസ്ഥാനത്തെ സംവിധാനിച്ചുകൊണ്ട് മതവിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിച്ചത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ നവോത്ഥാനത്തിന്റെ കുത്തക അവകാശപ്പെടുന്ന ആളുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1950കളിൽ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച മദ്രസ പ്രസ്ഥാനം തുടങ്ങുന്നതിന്റെ മുമ്പ് അവർ നിർവഹിച്ച വിദ്യാഭ്യാസപരമായ മുന്നേറ്റം ചരിത്രത്തിന്റെ രേഖകൾ കൊണ്ട് അവരൊന്ന് പറയട്ടെ. വേണ്ട, ഈ തബ്ലീഗ് ജമാഅത്തുകാർ ഒരു വലിയ പ്രവർത്തനം നടത്തുന്നു എന്നാണല്ലോ ഇദ്ദേഹം വാദിക്കുന്നത്. എന്നാൽ തബ്ലീഗ് ജമാഅത്തുകാർ ഈ സമൂഹത്തിന് നടത്തിയ വിദ്യാഭ്യാസപരമായ മുന്നേറ്റങ്ങൾ, തബ്ലീഗ് ജമാഅത്തുകാർ നടത്തിയ അത്തരം വൈജ്ഞാനികമായ ഇടപെടലുകളെ കുറിച്ച് ചരിത്രത്തിന്റെ രേഖ വെച്ചൊന്ന് സമർപ്പിക്ക്. എന്നിട്ട് സമസ്തയുടെ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ അതിലേക്കൊന്ന് ചേർത്ത് നോക്ക്. 10,000-ലധികം മദ്രസകൾ, 10 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ, 1 ലക്ഷത്തിലധികം ഉസ്താദുമാർ. എത്ര കൃത്യമായിട്ടാണ്, വ്യവസ്ഥാപിതമായിട്ടാണ് മദ്രസ പ്രസ്ഥാനം മാത്രം സമസ്ത നടത്തുന്നത്.
അറബിക് കോളേജുകളുണ്ട്, ദർസുകളുണ്ട്, സമസ്ത നടത്തുന്ന അനേകം വിദ്യാഭ്യാസപരമായ പ്രോജക്റ്റുകളുണ്ട്. അതിന്റെ നേരെ കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് പരിഹസിക്കുകയോ? ഇനി തമിഴ്നാട് വിദ്യാഭ്യാസ പദ്ധതിയുണ്ട്, കൈത്താങ്ങുണ്ട്, ഇ ലേണിംഗ് വില്ലേജ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ ലോകത്ത് 30-ലധികം രാജ്യങ്ങളിൽ, തുടങ്ങിയിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ, 30-ലധികം രാജ്യങ്ങളിൽ വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന, കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത മലയാളികളല്ലാത്തവർ പോലും സമസ്തയുടെ ഇ ലേണിംഗിന്റെ ഭാഗമാണ്. നിങ്ങളെന്താ സമസ്തയെ വിചാരിച്ചത് എന്താ? നിങ്ങൾ 4 ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കളവ് പ്രചരിപ്പിച്ചാൽ ഒലിച്ചു പോകുന്ന പ്രസ്ഥാനമാണ് സമസ്ത എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചോ? മാത്രമല്ല, അതുപോലെ റീഹാബിലിറ്റേഷൻ സെന്റർ, കൂടുതൽ പറയേണ്ടതില്ലല്ലോ. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും കാലമാണിത്, അല്ലെ? പിടികിട്ടാത്ത വിധം മദ്യവും മയക്കുമരുന്നും നമ്മുടെ പാവപ്പെട്ട യുവജനങ്ങളുടെ സിരകളിൽ ഒഴുകുന്ന കാലം. അതിനെ ചെറുത്തു തോൽപ്പിക്കാൻ, അതിനെതിരെ നമ്മുടെ യുവാക്കൾക്ക് ബോധനം നൽകാൻ, അതിലകപ്പെട്ടവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ റീഹാബിലിറ്റേഷൻ സെന്ററുകളുണ്ട്. അതേപോലെ 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് 100-ലധികം പുസ്തകങ്ങൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിലെ പല പുസ്തകങ്ങളുടെയും പ്രകാശനങ്ങൾ കഴിയുകയും ചെയ്തു. മെഡിക്കൽ കെയർ സെന്റർ ഉണ്ട്, സ്റ്റുഡൻസ് ഹോസ്റ്റലുകളുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഉണ്ട്. അതുപോലെ 10,313 സന്നദ്ധ പ്രബോധന പ്രവർത്തകരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 100-ാം വാർഷികത്തിന്റെ പദ്ധതിയുടെ സമ്മാനമായിട്ട്, 100-ാം വാർഷികത്തിന്റെ സമ്മാനമായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ പ്രവർത്തനങ്ങളും രജിസ്ട്രേഷനുകളൊക്കെ വളരെ വിജയകരമായിട്ട് തന്നെ നടക്കുകയാണ്. എന്നിട്ട് തബ്ലീഗ് ജമാഅത്തിന്റെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വിദ്യാർത്ഥി വിഭാഗം നടത്തുന്ന, അല്ലെങ്കിൽ SKSSF നടത്തുന്ന, ഇബാദ് നടത്തുന്ന, ഖാഫില നടത്തുന്ന പ്രവർത്തനങ്ങൾ മാത്രം നോക്കിയാൽ മതി. തബ്ലീഗ് ജമാഅത്തുകാർ ആ പരിസരത്ത് കടക്കൂല. പക്ഷേ സമസ്തക്ക് തോന്നുന്നു സമ്മേളനം നടത്തിയിട്ട് ഇതിങ്ങനെ വിളിച്ചു പറയാ എന്നത് സമസ്തയുടെ ആവശ്യമല്ല. ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി സമസ്ത നടത്തുന്നുണ്ട്. മാത്രമല്ല, 100-ാം വാർഷിക സമ്മേളനം, സ്പെഷ്യൽ സ്കൂള്, പ്രധാന നഗരങ്ങളിൽ സമസ്തക്ക് ആസ്ഥാനം, ദേശീയ അന്തർദേശീയ തലങ്ങളിൽ സമസ്തയുടെ പ്രചാരണം, ഇങ്ങനെ വളരെ വിശാലമായി 15ഓളം വരുന്ന പദ്ധതികളെ മുന്നിൽ നിർത്തിയിട്ടാണ് തഹിയ എന്ന ഫണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് വെച്ചത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ വലിയൊരു പരാതി, എന്തിനാ ആൾക്കാരിൽ നിന്ന് പിരിക്കുന്നത്? തബ്ലീഗുകാരൊക്കെ സ്വന്തം കീശയിൽ നിന്ന് പൈസ എടുക്കുകയാണല്ലോ. തബ്ലീഗുകാര് അവരുടെ നേതൃത്വത്തിന് പണം കൊടുക്കുന്നത് പോലെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ തന്നെയാണ് സമസ്തക്ക് പണം കൊടുക്കുന്നത്. തബ്ലീഗുകാർക്ക് ആകാശത്ത് ഇങ്ങനെ ഇറങ്ങുക, സമസ്തക്കാർക്ക് ജനങ്ങളിൽ നിന്ന് പിരിക്കാനല്ല. ഇനി ഒറ്റ കാര്യം കൂടി അതിനിടയിൽ പറയാണ്, നിനക്ക് ശമ്പളം തരുന്നവരൊക്കെ പിരിക്കുന്ന പണം, അതിനെന്താ നിനക്ക് പ്രശ്നമില്ലാത്തത്? അത് മറ്റൊരു കാര്യം. ഏതായാലും ഞങ്ങളൊക്കെ നാണയത്തുട്ടുകൾ കൊടുത്തിട്ട് തന്നെയാണ് സമസ്തയുടെ തഹിയ ഫണ്ട് വിജയിക്കുന്നത്. തബ്ലീഗ് ജമാഅത്തുകാരും അങ്ങനെ തന്നെയാണ്. അവരവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് സ്വരൂപരണം നടത്തുന്നുണ്ട്. സമസ്തയും അതന്നെ ചെയ്യണത് മക്കളെ. എന്ന് മാത്രമല്ല, അദ്ദേഹം അതിനെ പരിഹസിക്കണം. എന്താ ഫണ്ട് വിരിക്കാൻ പറ്റൂലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയല്ലേ ഈ പരിശുദ്ധ ദീനിനെ വളർത്തിയത്? തസദ്ദഖു തസദ്ദഖു തസദ്ദഖു, നിങ്ങൾ സ്വതക്ക ചെയ്യൂ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വഹാബത്തിൽ നിന്ന് കൈനീട്ടി പിരിച്ചുകൊണ്ടാണ് പണം ഉണ്ടാക്കിയത്. അങ്ങനെയാണ് പരിശുദ്ധ ദീനിന്റെ മുന്നോട്ടുള്ള ഗമനങ്ങളെ സാധ്യമാക്കിയത്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ഉസ്മാൻ തങ്ങൾ അടക്കമുള്ള ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് സർവ്വതും നൽകി അള്ളാഹുവിന്റെ ഹബീബിനെ സഹായിച്ചവരാണ്. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരു ഈത്തപ്പഴത്തിന്റെ ചീളുകാണ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നെങ്കിൽ അത് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷ തേടണം. അഥവാ സ്വതക്ക ചെയ്യണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞത്. എന്തിന്? പാവങ്ങളെ സഹായിക്കാൻ, മതപ്രബോധനത്തിന് ആവശ്യമായ പ്രവർത്തനത്തിന് വേണ്ടി. ഇങ്ങനെ എന്തിനൊക്കെ വേണ്ടി റസൂലുള്ളാഹി പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. അപ്പോ ഒരാൾ ഇത്തരം വിദ്യാഭ്യാസപരമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായ സമാഹരണം നടത്തുക എന്നുള്ളതൊന്നും ഒരു പ്രശ്നവൽക്കരിക്കേണ്ട കാര്യമല്ല. ഇനി തബ്ലീഗ് ജമാഅത്തിന് എന്താ പ്രശ്നം? ഒറ്റ വാക്കിൽ മാത്രം ചുരുക്കി മാത്രം പറയാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അത്തഹിയ്യാത്ത് ഓതുമ്പോൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. അതിനേക്കാൾ നല്ലത് വീട്ടിൽ വളർത്തുന്ന കഴുത, കുതിര, കാളകളെ കൊണ്ടുവന്നാൽ മതി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തോട് എങ്ങനെയാണ് ഈമാൻ ഖൽബിലുള്ള ഒരു വിശ്വാസിക്ക് ചേർന്നു പോകാൻ കഴിയുക? എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്നും പുറത്താണെന്നാ പറഞ്ഞത്. അങ്ങനെ ആകുമ്പോ ഇവിടെ എത്ര മുഅ്മിനീങ്ങൾ ഉണ്ടാകും? അല്ലേ? അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി അൻത തത്ലുഉ ബൈനനാ
ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. യാ സയ്യിദി ഖൈറൻ നബി എന്ന് എപ്പോഴും ചൊല്ലുന്ന ആളാ ഞങ്ങൾ മുഅ്മിനീങ്ങൾ. ഞങ്ങളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താ. ഇവിടെയുള്ള 90% വരുന്ന മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്താകേണ്ടി വരും. അവരൊക്കെ യാ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി സിവാക ഇൻദ ഹുലൂലിൽ ഹാദിസിൽ അമിമി. ഇത് ചെല്ലുന്ന ആൾക്കാരാ മുസ്ലിമീങ്ങൾ. അവർക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറയുന്ന ഇത്രമേൽ വലിയ അസഹിഷ്ണുത വെച്ച് പുലർത്തുന്ന ഇവരോട് നമ്മൾ സമരസപ്പെട്ടു പോണോ? 965 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ തബ്ലീഗ് ജമാഅത്ത് പിഴച്ച പ്രസ്ഥാനമാണ് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് അവർ പറഞ്ഞിരുന്നു അത് ഉത്തരേന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന ഉറുദു പുസ്തകങ്ങളെ കൊണ്ടാണ് സമസ്ത അങ്ങനെ തീരുമാനമെടുത്തത്, ഞങ്ങൾക്കതുമായി ബന്ധമില്ല എന്ന് കേരളത്തിലെ മലയാളം സംസാരിക്കുന്ന തബ്ലീഗുകാർ അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്നോ തബ്ലീഗ് ജമാഅത്തുകാർ ഇറക്കിയ അവരുടെ പുതിയ കാലത്ത് പ്രത്യക്ഷപ്പെട്ട പുസ്തകങ്ങൾ നിങ്ങൾ നോക്ക്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അന്ന് പറഞ്ഞ അതേ ബിദ്അത്തിന്റെ ആശയങ്ങളെ വളരെ പച്ചയായിട്ട് അവരുടെ പുസ്തകങ്ങളിൽ എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. എന്നിട്ട് അതിനൊക്കെ ഇങ്ങനെ വെള്ളപൂശിയിട്ട് അവരെ വലിയ നവോത്ഥാനത്തിന്റെ ആളുകൾ, അവർ വലിയ ഒതുങ്ങിയ ആൾക്കാർ, ഒരു നല്ല സഹിഷ്ണുതയുടെ ആളുകൾ, ലോകത്തുള്ള മുസ്ലിമീങ്ങൾ, ഈ കേരളത്തിൽ ജീവിക്കുന്ന നമ്മളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ അസഹിഷ്ണുതയുടെ പേരാണ് തബ്ലീഗുകാർ. വശ്യമായ പുഞ്ചിരിയും നീട്ടി വളർത്തിയ താടിയും കണ്ട് അവരെ തെറ്റിദ്ധരിച്ചു പോകരുത്. എന്നിട്ട് ഇത്തരം യൂട്യൂബർമാര് പണത്തിന് വേണ്ടിയിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ആലിമീങ്ങളൊന്ന് ചീത്ത പറയണം, സമസ്തയെ ഒന്ന് പരിഹസിക്കണം, ഈ ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അവര് യൂട്യൂബിൽ വരുന്നത്. അവർക്ക് പണം കിട്ടിയാൽ മതി. അതുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഈ മുന്നേറ്റത്തെ തടയാനൊന്നും നിങ്ങളുടെ യൂട്യൂബ് കൊണ്ട് സാധ്യമാകൂല സഹോദര. പണത്തിന് വേണ്ടി നിങ്ങൾ അങ്ങനെ ചെയ്തോ, നിങ്ങൾ അതിന് ഏത് വേഷവും കെട്ടുമെന്നറിയാം. പക്ഷേ സമസ്തയുടെ ഈ വൈജ്ഞാനിക മുന്നേറ്റത്തെ, സമസ്തയുടെ ഈ ആത്മീയമായ മുന്നേറ്റത്തെ, 1 നൂറ്റാണ്ടിലേക്ക് കാലെടുത്തു വെച്ച ഈ പ്രയാണത്തെ ചിറകെട്ടി തടുക്കാമെന്ന വ്യാമോഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അസ്സലാമു അലൈക്കും.